الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 2 ദിവസം മുമ്പ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പിറ്റേന്ന് വന്ന പത്രത്തില് ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലുമൊക്കെ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചതായിട്ട് റിപ്പോർട്ട് വന്നു. കൂട്ടത്തിൽ ലഹരിയുടെ ഒരു കണക്കും ഉണ്ടായിരുന്നു. നമ്മുടെ കേരളം ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് അതിൽ കാണുന്നത്. ചൈനയുടെ 2 ഇരട്ടിയാണ് നമ്മുടെ നാട്ടില് മയക്കുമരുന്ന് ഉപയോഗം. 36.5 20% സ്ത്രീകളും 40% പുരുഷന്മാരും ഉപയോഗിക്കുന്നു എന്നതാണ്. അതിൽ നല്ലൊരു ശതമാനം കുട്ടികളും അത് ഉപയോഗിക്കുന്നുണ്ട്. പല രൂപത്തിലും മയക്കുമരുന്ന് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. അതിൽ മണക്കാനുള്ളതുണ്ട്, പെരട്ടാനുള്ളതുണ്ട്, നാവും ഒട്ടിക്കാനുള്ളതുണ്ട്, കുത്തിവെക്കാനുള്ളതുണ്ട്, പുകക്കാനുള്ളതുണ്ട്, പല ജാതി പല ഐറ്റംസും അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു താക്കീതുണ്ട്. അവസാന കാലത്ത് എന്റെ ഉമ്മത്തികളിൽപ്പെട്ട എല്ലാവരും മദ്യം ഉപയോഗിക്കും എന്നതാണ്. ഖംർ എന്നാണ് പഴയ കാലത്ത് മദ്യത്തിന് പറയാ. ഖംർ എന്ന് പറഞ്ഞാൽ മാ ഖാമറഹുൽ അഖ്ൽ എന്നാണ്. ബുദ്ധിയെ മറക്കുന്നത്. ഹിമാർ എന്ന് പറയും സ്ത്രീകളുടെ മുഖമക്കനക്ക്. ഹിമാർ മുഖം മറക്കുന്നത് അല്ലെങ്കിൽ തല മറക്കുന്നത് എന്നർത്ഥത്തിലാണ്. ഖംർ എന്നതിന് പേര് വരാൻ കാരണം അത് ബുദ്ധിയെ മറക്കും എന്നതുകൊണ്ടാണ്. അപ്പൊ ഖംർ എന്നാണ് മൊത്തത്തിൽ ഖുർആനിലും ഹദീസിലുമൊക്കെ അതിന് കാണുക. ആൽക്കഹോൾ എന്നും പറയാറുണ്ട്. ആൽക്കഹോൾ അത് പറയുന്നത് അൽ ഗൗൽ അർത്ഥത്തിൽ. അൽ ഗൗൽ ഗൗൽ എന്ന് പറഞ്ഞാല് പൊട്ടിച്ചൂട്ട്, പ്രേതം എന്നൊക്കെ അർത്ഥത്തിലാണ് അൽ ഗൗൽ എന്നാണ്. അൽ കഹൂൽ ആൽക്കഹോൾ എന്ന രൂപത്തിൽ അത് വന്നിട്ടുണ്ട്. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് എന്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് ഒരു വിഭാഗം ആളുകൾ മദ്യം ഉപയോഗിക്കുന്നു. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ മദ്യം ഉപയോഗിക്കും. യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹാ, അത് പേര് മാറ്റിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. പേര് മാറ്റി ഉപയോഗിക്കും.
കള്ള് എന്നതിന് പറയില്ല. അതിന് പേര് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്കറിയാം, പേരുകൾ മാറി മാറി വന്നു. ആൽക്കഹോൾ വന്നു, കഫീന് വന്നു, അതുപോലെ തന്നെ മാരിജ്വാന വന്നു. അങ്ങനെ ഒരുപാട് പേരുകൾ, മയക്കുമരുന്ന് അറിയപ്പെടുന്ന പേരുകളുണ്ട്. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നിൽക്കുന്നത് MDMA ആണ്, മെത്തേലിൻ ഡയോക്സി മെറ്റാഫ്റ്റാമിൻ എന്ന് പറയുന്ന MDMA. കേട്ട ഡിഗ്രിയാ തോന്നിപ്പോകും. കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് MDMA എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ ഡിഗ്രിയാ തോന്നിപ്പോകും. ഏറ്റവും വലിയ അപകടം. ഇതൊക്കെയാണ് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വന്ന് നിൽക്കുന്നത്. അതിനൊക്കെ നമ്മുടെ എക്സൈസ് വകുപ്പിൽ ശിക്ഷയുണ്ട്. 24 വർഷം ജയിൽ ശിക്ഷ മുതൽ തുടങ്ങിയിട്ട് ലക്ഷം മുതൽ 1000 മുതൽ ലക്ഷം വരെ ഫൈനുകളൊക്കെ ഇതിനുണ്ട്, നിയമങ്ങളുണ്ട്. ഇതിനെ നേരിടാൻ വലിയ സന്നാഹമുണ്ട്. യോദ്ധാവ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് നമുക്ക്. വിമുക്തി എന്ന് പറയുന്ന ഒരു പരിപാടി സർക്കാർ തലത്തിലുണ്ട്. അതിന്റെയൊക്കെ ശേഷമാണ് നമ്മൾ ഈ കേൾക്കുന്ന വായിക്കുന്ന ഈ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ഒക്കെ കണക്കുകൾ. അറബിയില് അതിന് മുസ്കിർ എന്ന് പറയും, മത്ത് പിടിപ്പിക്കുന്നു. 3 ഐറ്റം ഉണ്ട് സാധാരണ നിലക്ക്. ഒന്ന് മുസ്കിറാണ്. മുസ്കിർ എന്ന് പറഞ്ഞാല് ആള് മത്ത് പിടിക്കും, പക്ഷെ അവന്റെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കും. ചൂടുവെള്ളം പാർന്നവൻ അറിയാൻ പറ്റും, ചൂടുള്ള തൊട്ടവൻ അറിയാൻ പറ്റും, ചീത്ത പറഞ്ഞവൻ പ്രതികരിക്കും. അതാണ് മുസ്കിർ എന്ന് പറഞ്ഞത്. നമ്മുടെ സാധാ കള്ളുടിയന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ മുഹദ്ദിർ ഉണ്ട്. മുഹദ്ദിറാത്ത് എന്നാണ് പറയുന്നത്. എല്ലാ രാജ്യത്തും ഇത് കടത്തുന്നത് വധശിക്ഷ ആണ് അതിന്റെ പ്രതിവിധി. സൗദി അറേബ്യയിലുണ്ട്, അമേരിക്കയിലുണ്ട്. അവിടെയൊക്കെ മയക്കുമരുന്ന് കടത്തുന്നത് പറഞ്ഞാൽ അതിന്റെ ശിക്ഷ വധശിക്ഷ. സൗദി അറേബ്യക്ക് നമ്മൾ വിമാനത്തിൽ പോകുകയാണെങ്കിൽ ബോർഡിംഗ് പാസും എഴുതിയിട്ടുണ്ടാവും, അൽ ഖത്ൽ ഉഖൂബത്തു ഹാരിബിൽ മുഖദ്ദിറാത്ത്. മയക്കുമരുന്ന് കടത്തുന്നവന് വധശിക്ഷയുണ്ടാകും. കാരണം അത്ര ഭയാനകമാണ് അതിന്റെ അവസ്ഥ. വളരെ മോശമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗവും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും മാനുഷിക കുലത്തിന് അത് വരുത്തുന്ന അപകടങ്ങളും അത്ര വലുതാണ്. മുഖദ്ദിറാത്ത് ഉപയോഗിച്ചാൽ അവന് മയങ്ങും എന്ന് മാത്രമല്ല, അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അതിന്റെ പ്രവർത്തനക്ഷമത കുറയും. ഒരു മപ്പ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ശരിക്കും സലാം പറഞ്ഞാൽ പോലും അവന് നേരെ മടക്കാൻ കഴിയില്ല, ആ അവസ്ഥയിലെത്തും. മുഖദ്ദിർ. ഇത് രണ്ടും ഹറാമാണ്. മറ്റൊന്ന് മുറക്കിദ് ഉണ്ട്. മുറക്കിദ് നമുക്കറിയാലോ, മുനവ്വിം എന്നൊക്കെ പറയും, അനസ്തേഷ്യ. അത് ഓപ്പറേഷത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ഡോക്ടർമാർ കൊടുക്കുന്നതാണ്. കൃത്യ അളവിൽ നമ്മൾ കൊടുക്കും. ബോധം തെളിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധം തെളിയും. അത് ഹലാലാണ്. അതൊരാവശ്യത്തിന് വേണ്ടി, മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളും കുല്ലു മുസ്കിരിൻ ഹറാം. കുല്ലു മുസ്കിരിൻ ഹറാം. റസൂലുള്ളാഹി പറയുന്നു, എല്ലാ മുസ്കിറും ഹറാമാണ്. മത്ത് പിടിപ്പിക്കുന്ന എന്തുണ്ടോ ഹറാമാണ്. അല്പം പോലും ഉപയോഗിക്കാൻ പാടില്ല. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. പ്രവാചകൻ പഠിപ്പിക്കാൻ, കൂടുതൽ കുടിച്ചാൽ മത്തുണ്ടാകുമെങ്കിൽ കുറച്ചുപയോഗിക്കുന്നതും ഹറാമാണ്. ചികിത്സക്കും ഉപയോഗിക്കാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞത് കള്ള് അല്ലെങ്കിൽ മദ്യം, ഞാൻ ഉപയോഗിക്കുന്ന കള്ള് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കള്ള് എന്ന് മനസ്സിലാക്കണ്ട കേട്ടോ, മൊത്തത്തിൽ ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ പെടും. മദ്യം ഒരു രോഗമാണ്, അത് ശമനമല്ല. മദ്യം രോഗമാണ്, അത് പിന്നെ എങ്ങനെ ചികിത്സക്ക് ഉപയോഗിക്കാം? അപ്പൊ ചികിത്സിക്കും പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അത് ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്നതാണ്. കാരണം ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഒരു മനുഷ്യന് അവന്റേതായ മൂല്യങ്ങളുണ്ട്. ശാസ്ത്രം പറയാത്ത ഒരു ഇന്ദ്രിയം കൂടിയുണ്ട്, അതാണ് അഖ്ല്, ബുദ്ധി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ബുദ്ധി. ശാസ്ത്രം പഞ്ചേന്ദ്രിയങ്ങളെ പറയുള്ളൂ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അതിന്റെ പുറമെയാണ് 6ാം ഇന്ദ്രിയമാകുന്ന ബുദ്ധി. ഒരു മനുഷ്യന്റെ ആദർശം, അതുപോലെ തന്നെ അവന്റെ മതം, പിന്നെ ദീന് അല്ലെങ്കിൽ ആദർശം,
അതുപോലെ അവന്റെ കുടുംബം, അവന്റെ വ്യക്തിത്വം, അവന്റെ തറവാട്, അവന്റെ സമ്പത്ത്, അവന്റെ ആരോഗ്യം, ഇതൊക്കെ മനുഷ്യൻ സംരക്ഷിക്കണം എന്നാണ്. അതിന് മാന്യമായ സംരക്ഷണം കിട്ടണം. ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രത്യേകത അതാണ്. എന്ന് പറയാം ലറൂറാത്തുൽ ഖംസ് എന്നാണ്. അനിവാര്യമായ 5 കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ അനിവാര്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. അത് എന്ത് വില കൊടുത്തും ശ്രദ്ധിക്കപ്പെടണം എന്നതാണ് ഒരു മനുഷ്യന്റെ ആദർശം. ഇസ്ലാമിൽ ജിഹാദ് എന്തിനാ? അത് ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടായതാണ്. അതുപോലെ തന്നെ ആരോഗ്യം എന്തു വില കൊടുത്തും സംരക്ഷിക്കപ്പെടും. അവന്റെ ശരീരം, ഖിസാസ് ഉണ്ട്, ഒരാളെ കൊന്നാൽ മറ്റോനെ കൊല്ലണം, ഇസ്ലാമിന്റെ നിയമമാണ്. അതുപോലെ തന്നെ കുടുംബം സംരക്ഷിക്കപ്പെടും. വ്യഭിചാരം പാടില്ല. എന്താ കാരണം? അത് കുടുംബ സംരക്ഷണമാണ്, അതിന്റെ അനിവാര്യമാണ്. വ്യഭിചാരം ഉണ്ടായാൽ അഡ്രസ്സില്ലാത്ത കുട്ടികളുണ്ടാവും. ഫാദർലെസ് പീപ്പിൾസ് ഇന്നത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശാപമായിട്ട് ഇന്റർനെറ്റ് പരിശോധിച്ചാൽ കാണും. ഫാദർലെസ് പീപ്പിൾസ്, ആരും നോക്കാനില്ല, അങ്ങനെ തന്തയില്ലാത്ത കുട്ടികൾ. അത് സാമൂഹ്യ പ്രശ്നമാണ്, കുടുംബ പ്രശ്നമാണ്. അതുപോലെ തന്നെ സമ്പത്ത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് കളവ് പാടില്ല, പലിശ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ചൂതാട്ടം പാടില്ല എന്നൊക്കെ പറഞ്ഞത് സമ്പത്ത് സംരക്ഷിക്കപ്പെടാൻ. അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിലെ ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ ബുദ്ധി. പരിശുദ്ധ ഖുർആനിൽ 80-ലധികം ആയത്തുകളില് ബുദ്ധിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. നിങ്ങൾ ചിന്തിക്കണില്ലേ, ആലോചിക്കുന്നില്ലേ? യാ ഉലിൽ അൽബാബ് അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് അഖിലില്ലേ ചോദിക്കട്ടെ. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ടതാണ് മനുഷ്യന്റെ ബുദ്ധി. അതുകൊണ്ട് ജാഹിലിയത്ത് പോലും ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നു എന്ന്. ജാഹിലിയ കാലഘട്ടത്തില് ഒരു ഭ്രാന്തനെ ഒരാൾ കള്ളുകുടിക്കാൻ വിളിച്ചു. ആലോചിച്ചു, ഇതിലേറെ ഭയാനകമായിരുന്നു ജാഹിലിയത്ത്, പ്രീ ഇസ്ലാമിക് ഏജ്. ഇതിലേറെ ഭയാനകം. നിത്യജീവിതത്തെ ഒരു പാനീയമായിരുന്നു എന്ത്? കള്ള്. വെൽക്കം ഡ്രിങ്ക് എന്ന് പല രാജ്യത്തും നിന്ന് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടുക പല ജാതി മദ്യമാണ്. പലയിടത്തും ഉണ്ട്. ജ്യൂസ് ഉണ്ടാവും, കൂട്ടത്തില് മദ്യം ഉണ്ടാവും. അത് ചിലപ്പോ അതോടെ അവസാനിക്കും. പക്ഷെ അതല്ല, ജാഹിലിയത്തുകള് പലപ്പോഴും സാധാരണ ഒരു പാനീയം എന്ന നിലക്ക് ഉപയോഗിക്കുന്ന മദ്യമായിരുന്നു എന്നാണ്. പക്ഷെ ബുദ്ധിയുള്ളവര് അന്നും മദ്യപാനികളായിരുന്നില്ല എന്ന് ഈ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആലോചിച്ച് നോക്കണം, ഇന്ന് ബുദ്ധിയുള്ളവരാണ് ഇതിന്റെ പിന്നില്. നല്ല നല്ല ഉദ്യോഗസ്ഥന്മാര്, നല്ല നല്ല മനുഷ്യന്മാര്, സമൂഹത്തിൽ വലിയവരാതറിയപ്പെടുന്ന ആളുകളൊക്കെയാണ് അറിയാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി നാട് വിട്ടുപോയി ഒക്കെ ഇത് ഉപയോഗിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ജാഹിലിയത്തില് നിങ്ങൾ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അതെ, ശരിയാണ്. എന്തേ നിങ്ങൾ ജാഹിലിയത്ത് മദ്യം ഉപയോഗിക്കാഞ്ഞത്? അദ്ദേഹം പറയാ, ഒരു കള്ള് കുടിയനെ ഞാൻ കണ്ടു. അദ്ദേഹം വൃത്തികെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് മാലിന്യത്തിൽ പോയിട്ട് കൈയിട്ട് വാരിയിട്ട് ആ മാലിന്യം ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. ഒരു കള്ളു കുടിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു മയക്കുമരുന്നിന്റെ ചങ്ങായി. അപ്പോ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, എന്റെ ഇസ്സത്ത് ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന്. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, എന്റെ ഇസ്സത്ത് ഞാൻ കാത്തു സൂക്ഷിക്കും, എന്റെ വ്യക്തിത്വം ഞാൻ കാത്തു സൂക്ഷിക്കും. കാരണം ഈ ലറൂറാത്തുൽ ഖംസിനെ മുഴുവൻ നശിപ്പിക്കുക ഏതാണ്? മദ്യമാണ്. ബുദ്ധിയെ നശിപ്പിക്കുന്ന ഈ സാധനം മൊത്തം നശിപ്പിക്കും, ശരീരം നശിപ്പിക്കും. നമ്മളിങ്ങനെ പിരിവ് അല്ലെ, പിരിവൊക്കെ നാട് വിട്ട് വരലുണ്ട്. മറ്റവന്റെ കിഡ്നി പോയിട്ടുണ്ട്, മറ്റവന്റെ കിഡ്നി മാറ്റി വെക്കണം. അധികം ഈ തോന്നിയാസം കാട്ടിയിട്ട് പോയ കിഡ്നികളാണ്. അല്ലാതെയും പോകുന്നുണ്ട് കേട്ടോ, വേറെ കാര്യം. പണ്ടൊക്കെ കള്ളുടിയന്മാരെ പോയിരുന്നു, ഇപ്പൊ എല്ലാവരും കിഡ്നിയും പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കണമല്ലൊക്കെ. അത് വേറെ വിഷയം. ആരോഗ്യം നശിക്കും, സമ്പത്ത് നശിക്കും, കുടുംബം നശിക്കും, തറവാട് നശിക്കും, എല്ലാം നശിക്കും. ഇതിനെ മുഴുവൻ പടച്ചോൻ സൂക്ഷിക്കാൻ പറയണ ഒരു മനുഷ്യന് കൊടുക്കുന്ന ആദരവിന്റെ ഭാഗമായി നിലനിർത്തലും സൂക്ഷിക്കലും അനിവാര്യമാണെന്ന് ഇസ്ലാമിക ശരീഅത്ത് പറയുന്ന മുഴുവത്തിനെയും നശിപ്പിക്കുന്ന കാര്യമാണ് കള്ള് അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന് എന്ന് പറയുന്നത്. അപ്പൊ അബൂബക്കർ പറയാ, എന്റെ വ്യക്തിത്വം ഞാൻ സൂക്ഷിക്കുമെന്ന് തീരുമാനമെടുത്തതാണ്.
അപ്പോഴാണ് ജാഹിലിയത്തിൽ ചങ്ങായിനോട് ഒരു ഭ്രാന്തനാണ് എന്നോട് ചോദിച്ചു, ഇത്രേ ഇത് നിന്റെ കൂടെ കള്ളുടിക്കാൻ കൂടണോ എന്ന് ചോദിച്ചപ്പോ ഭ്രാന്തൻ പറഞ്ഞൊരു മറുപടി ചരിത്രത്തിലുണ്ട്, നീ കള്ളു കുടിക്കണത് എന്നെ പോലെ ആകാനാണ്, ഞാൻ കുടിച്ചിട്ട് ആരാകാനാ ചോദിച്ചു. ഈ ബുദ്ധിയുള്ളവൻ എന്തിനാണ് വില കൊടുത്ത് ഭ്രാന്തിനെ വാങ്ങുന്നത്? ചെറുപ്പക്കാരും യുവാക്കളും ബുദ്ധിയുള്ള ഈ മനുഷ്യൻ പൈസ കൊടുത്ത് ഭ്രാന്തിനെയാണ് വാങ്ങുന്നത്. ഭ്രാന്തനെ പോലെയാവുക. പലപ്പോഴും ഇങ്ങനത്തെ കുറ്റകൃത്യത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. വളരെ ഭയാനകമാണ്. ഒരു കേസ് എന്താ, കള്ളു കുടിച്ച് 2 വയസ്സ് കുട്ടിക്ക് 2 വയസ്സാകുന്നത് വരെ യുവാവിനൊരു പ്രശ്നമില്ല. 2 വയസ്സായപ്പോ ഇവൻ പറയാണ് ഈ കുട്ടി എന്റേതല്ല, ഈ കുട്ടി എന്റേതല്ല. ഇവൻ മദ്യപാനത്തിന് അടിമപ്പെട്ടപ്പോ, മയക്കുമരുന്നിന് അടിമപ്പെട്ടപ്പോ വാദിക്കാൻ തുടങ്ങി, കുട്ടി എന്റേതല്ല. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് പറയടാ നിന്റെ വാപ്പാരാണ്, പറയടാ നിന്റെ വാപ്പാരാണ്. ആ കുട്ടിയെ ഉമ്മയുടെ മുന്നിൽ വെച്ച് മതിലിടിച്ച് കൊല്ലാണ്. ഒരു കേസ് അതായി. ആലോചിച്ചോ, സ്വന്തം കുട്ടിയെ എന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ മുന്നിൽ വെച്ച് കുട്ടിയെ കുലുക്കി കുട്ടിയോട് പറയാൻ പറഞ്ഞിട്ട് മതിലിടിച്ച് കൊന്ന ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ. അതൊക്കെയാണ് കടുത്ത ശിക്ഷ ഇതിന് നൽകുന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെയാണ് മദ്യപിച്ചാൽ ഉണ്ടാവുക. അത് തുടക്കത്തില് ചെറിയ ഒരു സ്റ്റിക്കറൊക്കെ ഇട്ട് പോവും, പക്ഷെ അതിന് അടിമപ്പെട്ടാൽ മാറാൻ ഒരു നിവൃത്തിയില്ല. അപ്പൊ ലറൂറാത്തുൽ ഖംസ് എന്ന് പറയുന്ന മനുഷ്യന് അനിവാര്യമായി സംരക്ഷിക്കപ്പെടേണ്ടതിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്നുകൾ. ഒരല്പത്തിന് അടിമപ്പെട്ടാൽ അവൻ അതിന് അഡിക്റ്റാവും. അതിന് അഡിക്ഷൻ വന്നാൽ രക്ഷപ്പെട്ടാൽ സാധ്യമല്ല. ഒരു രക്ഷിതാവ് വീട്ടിൽ വന്നു, ഡി അഡിക്ഷൻ സെന്ററിൽ മകനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം. പക്ഷെ അവര് 3 മാസം എടുക്കുള്ളൂ. ആ മാനേജറോടൊന്ന് സംസാരിച്ചിട്ട് അവനെ തീരെ നാട്ടിലേക്ക് വിടരുത് എന്നൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്നായിരുന്നു അവന്റെ ആവശ്യം. മരുമകളും 2 കുട്ടികളും തെറ്റിപ്പോയി. നമ്മുടെ അയലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോഴും അദ്ദേഹം ഉള്ളത് ഒരു ജയിലിലാണ്. നല്ല സമ്പത്തുള്ള ഒരാളുടെ മകൻ, ഇഷ്ടംപോലെ സമ്പത്ത് മകനുണ്ട്. എല്ലാം തൊലച്ചു, കുടുംബം എല്ലാം തൊലച്ചു, ഇതാണ് മയക്കുമരുന്നിന്റെ ഒരവസ്ഥ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോ ഒരു തമാശ, അധികം അങ്ങനെയാണ്, ഒരു തമാശ, ഒരു യാത്ര പോയി, 3-4 ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് രുചി നോക്കുമ്പോഴൊക്കെ അതിനാണ് അഡിക്റ്റ് ആകുക എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ MDMA ഒക്കെ ഉണ്ടല്ലോ, ഒരൊറ്റ പ്രാവശ്യം രുചിച്ചാൽ മതി, കൊലപാതകം വരെ അതിന്റെ പിന്നിൽ നടക്കും. ഒറ്റ പ്രാവശ്യം അത് ടേസ്റ്റ് നോക്കിയാൽ മതി, അതിലേക്ക് ആകർഷിക്കും നമ്മുടെ കുട്ടികൾ മുഖേന. കുട്ടികൾക്കത് അറിയില്ല, വലിയ ലോബികളാണ്, അതൊരു വലിയ കാരണമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന് ഉപകാരമുണ്ട്, മനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. പക്ഷേ വൈസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ ഉപദ്രവം ഉപകാരത്തെക്കാൾ അധികമാണ്. എന്താ ഉപകാരം? കച്ചവടം ചെയ്താൽ അന്നും ഇന്നും പണമുണ്ടാക്കാം. അത് സർക്കാരിനാണെങ്കിലും സാധാരണക്കാർക്കാണെങ്കിലും ഒക്കെ പണമുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗമാണ് ഈ മുഖദ്ദിറാത്ത്, കള്ള്, മയക്കുമരുന്ന് പോലെയുള്ളത്. അതുകൊണ്ട് ഒറ്റയടിക്ക് ആരെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നിലവിലുള്ള സംവിധാനങ്ങളെ ഒന്നും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മുടെ മക്കളെയും നമ്മളെയും സംരക്ഷിക്കാൻ, നമ്മുടെ അഭിമാനം കാക്കാൻ ഒരു പക്ഷേ നമുക്കതുകൊണ്ട് കഴിയും. അത്രയേ ഉള്ളൂ. എന്താ കള്ളിന്റെ ഉപകാരം? പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഇപ്പൊ എന്താ ആവശ്യം? മൊബൈൽ ചാർജ് ചെയ്യണം, മോട്ടോർ സൈക്കിൾ എണ്ണടിക്കണം. വേറെ എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ? ഭക്ഷണമൊന്നും വേണ്ട, അതിനൊന്നും കുട്ടികൾക്ക് വലിയ കാര്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മളോടൊന്നും തിന്നൂല. രാത്രി 11 മണിക്ക് പോയിട്ട് വല്ല തട്ടുകടയിൽ പോയി കഴിക്കാന്നല്ലാതെ കുട്ടികൾക്ക് ആവശ്യം അതേ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ ആവശ്യം. പെട്ടെന്ന് പണം ഉണ്ടാക്കാം. എന്താ കാരണം? ഒരു ടാബ്ലറ്റ് കൊടുത്താൽ അടുത്ത ടാബ്ലറ്റ് കിട്ടാൻ വേണ്ടി അവൻ വ്യഗ്രത കാണിക്കും.
ആദ്യം ഫ്രീ കൊടുത്തോൻ 1000 റുപ്യ കൊടുത്താലും അവനൊരു ടാബ്ലറ്റ് വാങ്ങും. ഒറ്റ ടാബ്ലറ്റ് 1000 റുപ്യ കൊടുത്താലേ കിട്ടുള്ളെങ്കിൽ ആ 1000 റുപ്യ എവിടുന്നാ ഉണ്ടാക്കാൻ പറ്റിയത്? ഒരാളെ കൊന്നാലും വേണ്ടില്ല, വീട്ടിൽ നിന്ന് കട്ടെടുത്താലും വേണ്ടില്ല. ചില കുട്ടികളൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോ ആ വീട്ടിലെ പൈസ മുഴുവനോ കട്ടെടുത്തിട്ടുണ്ടാവും. ചിലര് മാന്യത കൊണ്ട് പുറത്തു പറയില്ല. വീട്ടിലെ മുഴുവൻ പൈസ കളവ് കഴിഞ്ഞാലാണ്, കട്ട് കഴിഞ്ഞാലാണ് വേറെ പുറത്തേക്ക് പോവുക. അപ്പൊ ഇതിന് നല്ല പൈസ കിട്ടും. രണ്ടാമത്തത് ലോബികളാണ്, ഇഷ്ടം പോലെ ലോബികൾ. നമ്മൾ പറയും കുട്ടി ബാംഗ്ലൂർ പഠിക്കാണ്, കുട്ടി ഡൽഹിയിൽ പഠിക്കാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷെ ആ കുട്ടികളുടെ നേരെ ഒരു ശ്രദ്ധ ഇല്ലെങ്കിൽ ആ കുട്ടികളായിരിക്കും നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം. കുടുംബത്തിന്റെ മാത്രമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. വ്യക്തിപരമായിട്ട് പ്രശ്നമുണ്ട്, കുടുംബപരമായി പ്രശ്നമുണ്ട്, സമൂഹത്തിൽ ഇവരെ കൊണ്ട് പ്രശ്നമുണ്ട്. ഇവർ സാമൂഹ്യ ദ്രോഹികളായി മാറുകയാണ്. ആലോചിച്ചു, ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. പരിശുദ്ധ ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നൊരു വലിയ പരിഹാരമുണ്ട്. അതെന്തെന്നറിയോ? ഇസ്ലാം മദ്യം നിരോധിച്ചത് ഘട്ടം ഘട്ടമായിട്ടാണ്. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദിനം ലോകത്ത് എല്ലാ വർഷവും ഒരു ദിനം ആചരിച്ചത് കൊണ്ടോ, അന്ന് കുറെ പോസ്റ്റർ ഒട്ടിച്ചത് കൊണ്ടോ, അന്ന് പത്രത്തിൽ കുറെ വട്ടക്കക്ഷരത്തിൽ എഴുതിയത് കൊണ്ടൊന്നും ഇവിടുന്ന് മയക്കുമരുന്ന് ഇല്ലാതാകാൻ പോകുന്നില്ല. അതിന് പരിഹാരം ഘട്ടഘട്ടമായി. ആലോചിക്കൂ, ഇസ്ലാം മദ്യം നിരോധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ജാഹിലിയത്തായിരുന്നു. എത്രത്തോളം അറിയോ? ഒരു ഈച്ച ഒരു ഗ്ലാസ്സിൽ ചാടി, മദ്യത്തിന്റെ ഗ്ലാസ്സിൽ ചാടി ചത്തു കിടക്കുന്ന കണ്ടപ്പോ ഒരു കവി ഇങ്ങനെ പാടിയത്, നീ എത്ര ഭാഗ്യവാനാണ്, എന്നെ കൊണ്ട് ഇതിന് കഴിയില്ലോ എന്നാണ്. അത്രയധികം അതിനോടുള്ള ഇഷ്ടം, ഈ കുടിക്കണ സാധനത്തിനോടുള്ള ഇഷ്ടം അത്ര അധികമായിരുന്നു. നമുക്കിപ്പോ ചാടിച്ചാകാനൊന്നും കഴിയില്ലല്ലോ, അത്രത്തോളം കിട്ടൂലല്ലോ. അപ്പൊ ആ ആളുകളെയാണ് ഇന്ന് നമ്മൾ റളിയല്ലാഹു അൻഹും റളു അൻഹു എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ടതില്ല. നേരാവും. റളിയല്ലാഹു അൻഹു റളു അൻഹു എന്നൊക്കെ പറഞ്ഞ ആരെ പറ്റിയിട്ടാണ്? അന്നത്തെ ആ മദ്യപാനികളായവരൊക്കെ മാറി വന്നു. പക്ഷെ 10 വർഷം കൊണ്ട് അവരെ മാറ്റിയെടുത്തു എന്നാണ്, കുറേശ്ശെയായിട്ട്. ആദ്യം സൂറത്തുൻ നഹ്ലിലെ ഒരു ആയത്താണ് ഇറങ്ങിയത്. വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബി തത്തഖിദൂന മിൻഹു സക്റൻ വരിസ്ഖൻ ഹസനാ. ഈത്തപ്പനയും മുന്തിരിയും ഉപയോഗിച്ച് നിങ്ങൾ മത്തുണ്ടാക്കുന്നു, നല്ല ഭക്ഷണവും ഉണ്ടാക്കുന്നു. അവര് ചിന്തിച്ചു, മത്തുണ്ടാക്കുന്നു പറഞ്ഞപ്പോ നല്ല മത്ത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഭക്ഷണം പറഞ്ഞപ്പോ റിസ്ഖൻ ഹസന, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മറ്റേന്താ നല്ലതല്ലേ? ചെറിയൊരു ചോദ്യം, ഒരു വസ്വാസ് മനസ്സിൽ. അതേറ്റ് കുറെ കാലം നടന്ന് അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ താഴത്തിറങ്ങ യസ്അലൂനകാനിൽ, സംശയം കുടുങ്ങിയല്ലേ, യസ്അലൂനകാനിൽ ഖംരി വൽ മൈസിർ, സൂറത്തുൽ ബഖറയിൽ ഈ കള്ളിനെ കുറിച്ച് ചോദിക്കും. മൈസിർ, ചൂതാട്ടം എന്ന് പറഞ്ഞാല് തന്ത്രപരമായി പെട്ടെന്ന് കാശുണ്ടാക്കുക, അധ്വാനമില്ലാതെ തന്ത്രപരമായി പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള ഏർപ്പാട്. പണ്ട് കാലത്തുണ്ടായിരുന്നു മാപ്പിളപ്പൂരത്തിനും നേർച്ചക്കും പൂരത്തിനൊക്കെ ആനമയിലൊട്ടകം, കിലുക്കിക്കുത്ത്, നാടവലി സംഗതി ഉണ്ടല്ലോ. എന്തറിയോ, ഇന്ന് അതിന്റെ ഇന്റർനാഷണൽ ആയിട്ടാണ് നടക്കുന്നത് ഇതേ സംഭവം. പണ്ട് ആനമയിലൊട്ടകം എന്നൊരു സാധനം തിരിക്കായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സ്വിച്ച് ഇട്ടാൽ വലിയ ഒരു ചക്രം അങ്ങനെ കടന്നു തിരിയും. വലിയ കാസിനോകളാണ് രൂപീകരിച്ചിട്ടുള്ളത്. ആ കാസിനോയിൽ വെച്ച് നടക്കുന്നത് ഫുള്ള് ചൂതാട്ടം. കാസിനോന്റെ ഉള്ളില് 100 കണക്കിന് ATM മെഷീന്. എന്തിന്? കാശിന് പോരാനേ. വലിയ സ്ക്രീന്, കമ്പ്യൂട്ടർ. ആനമയിലോട്ടങ്ങനെ തിരിക്കൊന്നല്ല, സ്വിച്ച് ഇട്ടാൽ ആ സാധനം തിരിയും, എന്നിട്ട് വന്ന് നിൽക്കും. കിലുക്കിക്കുത്ത് വേറൊരു മോഡലാണ്, കമ്പ്യൂട്ടറൈസ്ഡ് കിലുക്കിക്കുത്താണ്. നിങ്ങൾക്കറിയോ, ചെറുപ്പക്കാര് മുഴുവൻ അതിന്റെ പിന്നിലാണ്. പെട്ടെന്ന് കാശുണ്ടാക്കണം. മൈസൂർ ഖുറാനൊക്കെ പറയുമ്പോ അന്ന് 2 ഇലയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അമ്പൊക്കെ വെച്ച് ചെറിയ കളിയായിരുന്നു. പക്ഷെ അത് പിന്നെ വികസിക്കുക. ഖുറാൻ പറഞ്ഞ ഒരു കാര്യവും ഇല്ലാതായിട്ടില്ല. അപ്പോ അള്ളാഹ് പറയാ, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വ മനാഫിഉ ലിന്നാസ്, അത് വലിയ തെറ്റുണ്ട്.